കോളൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി അറിയാമോ? ലക്ഷണങ്ങൾ എത്തുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ടോ? പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് 45 വയസ്സായിട്ടുള്ള എല്ലാവരും കോളൻ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റായ കൊളോണോസ്കോപ്പി ചെയ്തിരിക്കണം എന്നാണ്. കൊളോണോസ്കോപ്പി പറ്റിയില്ലെങ്കിൽ CT സ്കാൻ വഴിയും ആകാം ടെസ്റ്റിംഗ്. എന്തെന്ന് വെച്ചാൽ കോളൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാവുന്നതിൻ്റെ അർത്ഥം രോഗം കൂടിയ സ്റ്റേജുകളിലേക്ക് കടന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ലക്ഷണങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ കോളൻ ക്യാൻസറിന് വേണ്ടി സ്ക്രീൻ ചെയ്യുക, സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ചെയ്യുക 45 വയസ്സിൽ. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? മലത്തിൽ രക്തം പോവുക. അത് ചുമന്ന നിറത്തിലുള്ള രക്തമാകാം, അല്ലെങ്കിൽ കറുത്ത് മെറൂൺ കളറിലുള്ള രക്തവുമാകാം. വയറുവേദന, അമിതമായ മലമ്പിടുത്തം, ഒത്തിരി വയറിളകി പോവുക. അതായത് അതിനെ പറയുന്നത് ഒരു റീസെൻറ്റ് ചേഞ്ച് ഇൻ ബവൽ ഹാബിറ്റ്സ് എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേക രീതിയിൽ മലം പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കുറച്ച് നാളുകളായിട്ട് കോൺസ്റ്റിപ്പേഷൻ വരിക, അല്ലെങ്കിൽ മലബന്ധം വരിക, പെട്ടെന്ന് കുറച്ച് നാളുകളായിട്ട് ലൂസ് മോഷൻ വരിക, അതാണ് കൂടുതൽ അപകടകരമായ കാര്യം. അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നെന്നോ അല്ലെങ്കിൽ ഒരു ദിവസം വയറിളക്കം വന്നെന്നോ വെച്ചിട്ട് കോളൻ ക്യാൻസർ ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. വന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് നാളുകൾ മലബന്ധമോ വയറിളക്കമോ വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോളൻ ക്യാൻസറിന് വേണ്ടി ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. എവിടെയാണ് കോളൻ ക്യാൻസർ എന്നുള്ള അനുസരിച്ച് ലക്ഷണങ്ങൾ വ്യത്യസ്തമാകാം. രക്തം വരുന്നതും ഇതുപോലെ ഒരു മലം പോകുന്ന രീതിക്ക് വ്യത്യാസം വരുന്നതും ഒക്കെ ഇടതുവശത്തുള്ള കോളൻ ക്യാൻസറിലും, ചിലപ്പോൾ വലതുവശത്തുള്ള കോളൻ ക്യാൻസർ വെറും രക്തക്കുറവ് മാത്രമായും അമിതമായ ക്ഷീണമായും മാത്രമായും പ്രകടമാകാം. പിന്നെ വെയിറ്റ് ലോസ് ഉണ്ടാകുക, അതായത് നമ്മുടെ ശരീരഭാരം തീരെ കുറയുക, അമിതമായി ക്ഷീണിക്കുക, ഒട്ടും വിശപ്പ് തോന്നാതിരിക്കുക, ഇവയും ഒരു പരിധിവരെ കോളൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാകാറുണ്ട്. അതുകൊണ്ട് പക്ഷേ ലക്ഷണങ്ങൾ പ്രകടമായാൽ അതിൻ്റെ അർത്ഥം സ്റ്റേജ് കടന്നുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ലക്ഷണങ്ങൾ വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക, 45 വയസ്സിൽ സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ചെയ്യുക. അതാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. കോളൻ ക്യാൻസർ വരാൻ കാരണങ്ങൾ പലതുണ്ട്. ജനിതകപരമായ കാരണങ്ങളുണ്ട്, അനാരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലി, അമിതവണ്ണം, അമിതമായിട്ടുള്ള കൊഴുപ്പുകളുടെ ഉപയോഗം, ഇതെല്ലാം കോളൻ ക്യാൻസർ ഉണ്ടാക്കാം.